അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പഴവങ്ങാടി അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. കേശിക്കുട്ടുണ്ട്, പനിയായിട്ടിരിക്കുന്ന കേശിക്കുട്ട സ്കൂളിൽ പോവാതെ അമ്പലത്തിൽ പോകാനായിട്ട് ആരെയാണ് കണ്ണുണ്ട്, ദിവ്യ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ എന്തിന് നേരെ പഴവങ്ങാടി, ഇവിടെ പഴവങ്ങാടിയും അതുപോലെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രം ആയിരുന്നാലും അതുപോലെ തന്നെ ആറ്റുകാല് പത്മനാഭ സ്വാമി എല്ലായിടത്താണെങ്കിലും പോണ കാര്യമാണ്. അങ്ങനെ പോവാറേ ഇല്ല അങ്ങോട്ടൊന്നും. നമ്മൾ ഏറ്റവും കൂടുതൽ പോണത് കോലത്തേരയും അല്ലെങ്കിൽ പനീരമുട്ടിലും ഒക്കെ തന്നെ. അപ്പൊ ഇവർ വന്നത് കൊണ്ടാണ് പോവാനായിട്ട് ഇറങ്ങിയത്. നിങ്ങൾക്ക് അവിടെ നേർച്ച ഉണ്ടല്ലേ, അവർക്കിനി അവിടെ 3 തേങ്ങ അടിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണ്. 3 നിർത്തിക്കണം. നമുക്കിനി ഉണ്ട് ഒരു 101 തേങ്ങ. ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 7 മണിയായപ്പോൾ ഇറങ്ങി. 7 മണിയായപ്പോൾ ഇറങ്ങിയിട്ട് ഇനി നേരെ കടയിലോട്ട് പോകണം. കടയിൽ പോയിട്ടാണ് പിന്നെ ഇനി പോണത്. അപ്പൊ ഞങ്ങൾ നേരെ കടയിൽ വന്ന് കട തുറന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട്, ഇപ്പൊ സമയം 7 മണി ആയതേ ഉള്ളൂ. എന്നാലും കട തുറന്ന് വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് കോലത്തേര അമ്പലത്തിലും കൂടെ കയറിയിട്ട് നേരെ പഴവങ്ങാടിക്ക് പോകാന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്പലങ്ങളല്ല, പഴവങ്ങാടി ആയിരുന്നാലും പത്മനാഭ സ്വാമി ക്ഷേത്രം ആയിരുന്നാലും ആറ്റുകാലായിരുന്നാലും എല്ലാം നമുക്ക് തൊട്ടടുത്താണ്. പക്ഷെ നമുക്കത് ഈ തൊട്ടടുത്തുള്ള വലിയ വലിയ അമ്പലങ്ങളിൽ ഉള്ള പോക്ക് അറിയാലോ. പിന്നെ അവർക്ക് ആ ഒരു നേർച്ച ഉള്ളതുകൊണ്ട് ഇപ്പൊ അവരുടെ കൂടെ പോണതാണ്. നമുക്കുണ്ട് 101 തേങ്ങ, തേങ്ങ അടിക്കാൻ അവിടെ നേർച്ചയുണ്ട്. അത് നമുക്കിപ്പോഴല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് സാധിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് പോയി 101 തേങ്ങ അടിക്കണം. അപ്പൊ ഞങ്ങൾ കട തുറന്ന് വിളക്ക് കത്തിച്ച് ഒക്കെ പോയാൽ ഞങ്ങൾ ഒപ്റ്റോമെട്രിസ്റ്റ് ചെലമ്പാക്ക് വെച്ചിട്ട് ഭയങ്കര എളുപ്പമല്ലേ. അല്ലെങ്കിൽ പുള്ളിക്കാരി വന്ന് പിന്നെ ഇനി ഇവിടെ എല്ലാമൊക്കെ ചെയ്യണ്ടേ, തൂക്കയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ കടയൊക്കെ തുറന്നിട്ടിട്ട് പിന്നെ കട ഗ്ലാസ് ലോക്ക് ചെയ്ത് അപ്പുറത്ത് പൂക്കടയിൽ കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ. പിന്നെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് വിളക്ക്. അവരെല്ലാവരും കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനും ചേട്ടനും ഇറങ്ങി കടയിനി തൂത്തൊക്കെ വാരി പിന്നെ ഇനി വിളക്ക് കത്തിക്കണമല്ലോ. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് വെച്ചിട്ട് അപ്പം നമ്മൾ കട തുറന്ന ആ ഗ്ലാസ് ഡോർ മാത്രം പൂട്ടിയിട്ട് താക്കോല് ആ പൂക്കടയിലെ മാമൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയാലും നമ്മൾ ഒപ്റ്റോമെട്രിസ്റ്റ് വരുമ്പോൾ പിന്നെ അവൾക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാമൊക്കെ ചെയ്ത് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി നേരെ കോലത്തേരയിലോട്ട് പോവുകയാണ്. കടകളൊന്നും തുറന്നിട്ടില്ല, കണ്ടില്ല, ചായക്കടയൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. സമയം 7 മണി കഴിഞ്ഞ്, 7 മണിയല്ല, ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ സ്കൂൾ ഇതാ റിന്യൂവലൊക്കെ ചെയ്ത് കേട്ടോ, മതിലൊക്കെ അടിപൊളിയാക്കി എല്ലാം സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു പ്രവേശന കവാടമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് ഞാൻ പഠിച്ചതെന്ന് ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ അനന്തകുട്ടം പഠിക്കുമ്പോഴേക്ക്. പിന്നെ കണ്ടില്ലേ, നമ്മുടെ അമ്പലത്തിൻ്റെ കോലത്തേര അമ്പലത്തിൻ്റെ തൊട്ട് ചേർന്നാണ് നമ്മുടെ കുളത്തൂർ സ്കൂളുള്ളത്. ഇപ്പോൾ കുളത്തൂർ സ്കൂളെന്ന് മാറ്റിയിട്ട് കോലത്തേര സ്കൂളെന്നാക്കി. അതും ഗുരുദേവനായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സ്കൂളായിരുന്നു. പണ്ടത് കുടിപ്പള്ളിക്കൂടമായിരുന്നു. പിന്നീട് ഇപ്പോൾ കാലപ്പഴക്കം വന്നപ്പോഴേക്കും നമ്മുടെ ഹയർ സെക്കൻഡറി വരെ ആയിട്ടുണ്ട് നമ്മുടെ സ്കൂള്. അങ്ങനെ ഇനി അമ്പലത്തിലോട്ട് കയറുകയാണ്. ഇവിടെ അറിയാമല്ലോ, ഞങ്ങളെന്നല്ല, ചേട്ടൻ എല്ലാ ദിവസവും ഇവിടെ വരും. നമ്മളെ കടയുടെ അടുത്തും കൂടെയുള്ള അമ്പലമല്ലേ. അപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത അമ്പലമാണ്. ഗുരുദേവൻ മഹാദേവനെ പ്രതിഷ്ഠ ചെയ്ത അമ്പലമാണ്. അപ്പോൾ കേശുവിന് ഇവിടെ വന്നാൽ കുറേ നേരം മണ്ണിലൊക്കെ കളിക്കണം. അതൊക്കെയാണ് കേശുവിൻ്റെ ആഗ്രഹം. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കേശു അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി തൊഴുത് കുറച്ച് സമയം അവിടെ വന്നിരിക്കും. ഭയങ്കര ഒരു ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഭയങ്കര ഒരു വൈബാണ്. അമ്പലത്തിൽ വരുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും പോലെ തോന്നും. അവിടെ അങ്ങ് ഇരുന്നാൽ കുറേ സമയം അമ്പലത്തിൽ തന്നെ അങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. അങ്ങനെ ഇപ്പോൾ ചേച്ചിയും ചേട്ടനൊന്നും അധികം അങ്ങനെ വന്നിട്ടില്ലല്ലോ. ചേച്ചി വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം, 1-2 പ്രാവശ്യമൊക്കെ ചേച്ചി വന്നിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ വന്നിട്ടില്ല. കണ്ണനും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ണൻ വന്നിട്ടുണ്ട്, ഇവിടെ ആറാട്ടിനൊക്കെ വരുമ്പോഴൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി നേരെ കാറിൽ കയറി. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പഴവങ്ങാടി അമ്പലമാണ്. അപ്പോൾ ഇനി നേരെ പഴവങ്ങാടിയിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൂടെ കയറണമെന്നുണ്ട്. പക്ഷെ സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്, ഇന്നത്തെ കാര്യം അറിയാമല്ലോ, ഇന്ന് സൺഡേ അല്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടും പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ പോണ വഴിക്കിനി പെട്രോളൊക്കെ അടിക്കണമല്ലോ. നേരെ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള യാത്ര തുടരാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്പലങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഫേമസ് അമ്പലങ്ങളാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെയുള്ള അമ്പലങ്ങൾ. പക്ഷേ നമുക്ക് അടുത്താണെങ്കിൽ നമുക്ക് ഈ ഭയങ്കര മഹാക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ തൊട്ടടുത്തുള്ളതിൽ അങ്ങനെ പോവാറില്ല. അപ്പോൾ നമ്മൾ തൊട്ട് വീട്ടിനടുത്തുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവർ വന്ന് അവർക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടെ ഇറങ്ങിയത്. പിന്നെ ഈ കാണുന്നതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം.
അപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കുറേ നാൾ മുന്നേ എല്ലാ തിങ്കളാഴ്ചയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ വീണ്ടും വരവൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്, ഞങ്ങൾ അവിടെയും വരുമായിരുന്നു. നമ്മൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നടന്നു പോയാൽ അങ്ങോട്ട് പോയാൽ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇനി ഇത് ഇവിടെ അങ്ങോട്ട് വരെ നടക്കണം. പിന്നെ നമ്മൾ കാറ് എങ്ങാണ്ടൊക്കെയോ കൊണ്ടിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. അറിയാമല്ലോ അവിടത്തേക്ക് ഒരു തിരക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്താറായി. അപ്പോൾ അവർക്ക് 3 തേങ്ങ അടിക്കണം. അപ്പോൾ അവർക്ക് നേർച്ചയാണ്. നമുക്ക് അവിടെ ചെന്നാൽ തേങ്ങ അടിക്കാണ്ട് വരാൻ തോന്നൂലല്ലോ. അങ്ങനെ ഞങ്ങളിനി അതിലായിട്ട് പോവുകയാണ്. പിന്നെ അവിടുത്തെ പ്രതിഷ്ഠ വലതുകാലം മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. അറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്. പിന്നെ അവിടുത്തെ ഭരണമൊക്കെ പട്ടാളക്കാരെന്ന് പറയുമ്പോഴേക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇന്ത്യൻ കരസേനയാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു തരാനായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ, പിന്നെ അവിടെ അറിയാമല്ലോ ആ ഭാഗം ആയതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ ആ അമ്പലത്തിന് ചുറ്റിപ്പറ്റി ഇഷ്ടംപോലെ ഇതുപോലെ ഇങ്ങനെ തേങ്ങകളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അമ്പലത്തിനകത്തൊന്നും കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിതാ വിലയൊക്കെ പറഞ്ഞ് തേങ്ങ വാങ്ങിക്കുകയാണ്. കൊള്ളാമോ യേശു? നല്ല തേങ്ങ തന്നെ. നമ്മൾ നടന്ന് ചെന്നപ്പോൾ ആദ്യം കണ്ട ആളിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങി ഇനി നേരെ അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഒരു തേങ്ങയ്ക്ക് 20 രൂപ വെച്ചാണ് നമ്മളേന്ന് വാങ്ങിയത്. നമുക്കിനി ഒരു 101 തേങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ഒരു ദിവസം വരണം. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും അതിനിപ്പോൾ സൗകര്യമില്ല. ഇനി വേറൊരു ദിവസം വരണം. പോണ വഴിക്ക് എല്ലാം പൂക്കളും തേങ്ങയും കാര്യങ്ങളും ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. പിന്നെ അറിയാമല്ലോ അവിടുത്തെ രീതി എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ തേങ്ങ അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇടതടവില്ലാതെ അവിടെ നട തുറന്ന് അടയ്ക്കണത് വരെയും ഇങ്ങനെ ആൾക്കാർ നാളികേരം ഉടച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടും ആ കാര്യങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് അമ്പലത്തിനകത്തോട്ട് അറിയാമല്ലോ ഫോണോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ അമ്പലത്തിൽ കയറ്റി. പിന്നെ മുന്നേ ഇതൊക്കെ അമ്പലം ഫുൾ കറുപ്പ് കളറായിരുന്നു. ഇപ്പോഴാണ് അതിന് വീണ്ടും കളറൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ ആക്കിയത്. അങ്ങനെ അമ്പലത്തിൽ കയറി മനസ്സ് നിറഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ പറ്റിയില്ല, പോവാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങിയാണ്. അപ്പോഴവിടെ കയറിയപ്പോഴത്തേക്ക് അതിനകത്ത് കൗണ്ടറുണ്ട്, അമ്പലത്തിനകത്ത് കൗണ്ടറുണ്ട് നാളികേരം വാങ്ങാനായിട്ട്. അവിടെ ചോദിച്ചപ്പോഴേക്കും ഒരു തേങ്ങയ്ക്ക് 15 രൂപ ഉണ്ടായിരുന്നുള്ളൂ. വെളിയിലാണെങ്കിൽ ഇത് നേരത്തെ ബോർഡ് കണ്ടതുപോലെ 15, 20, 25, 30 ഓരോ തേങ്ങയുടെ അളവിനും വലിപ്പത്തിനനുസരിച്ചായിരിക്കും. നമ്മൾ തേങ്ങ അടിക്കാനായിട്ട് എപ്പോഴും വലിയ തേങ്ങ നോക്കി എടുക്കരുത്. കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങണ തേങ്ങ എടുത്താലേ അത് പൊട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച് തൊഴുത് തിരിച്ചെത്തിയപ്പോഴേക്കും ഇനി അവിടെ മഹാബോളി ഉണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഞാൻ എപ്പോഴും പറയും പോലെ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ബോളി. പിന്നെ അവിടെ തിരുവനന്തപുരത്ത് വന്നാൽ ഈ മഹാബോളി വാങ്ങാതെ പോകരുത്. അവിടെ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള കടയുമാണ്. അവിടുത്തെ ബോളിയുടെ ഒരു ടേസ്റ്റും രുചിയും ഒന്നും വേറെ ഒരിടത്തുനിന്ന് വാങ്ങിയാലും കിട്ടൂല. അപ്പോൾ ഇത്രയും കിടന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ട് പോലും, തൊട്ടടുത്ത് കിടക്കുന്ന ബോളിക്കടയായിട്ട് പോലും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും നമ്മളതൊന്നും വാങ്ങൂലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വാങ്ങണമെന്ന് വിചാരിച്ച് ഈ പറയും പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലല്ലോ. യൂട്യൂബ് എടുത്താൽ ഏതെങ്കിലും റീൽസൊക്കെ കണ്ടാലും ഷോർട്സ് കണ്ടാലും ഒക്കെ ആൾക്കാർ മഹാബോളിയിൽ വരണതും വാങ്ങണതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈശ്വര നമ്മളിതുവരെ അത് വാങ്ങിയിട്ടില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ എല്ലാവരും കൂടെ മഹാബോളിയിൽ നിന്ന് ബോളിയൊക്കെ വാങ്ങിച്ചു. പക്ഷേ പായസം വാങ്ങിച്ചില്ല കേട്ടോ. പായസം 170 രൂപയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ അത് വേണ്ട, വീട്ടിൽ പോയിട്ട് പായസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോളി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു ബോളിക്ക് 16 രൂപ വെച്ചായിരുന്നു റേറ്റ്. അങ്ങനെ അത് വാങ്ങി ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോവുകയാണ്. പോണ വഴിക്ക് ഇനി എന്തായാലും കാപ്പിയും കൂടെ കുടിച്ചിട്ട് വേണം പോവാനായിട്ട്. ഇപ്പം തന്നെ സമയം 9 മണി കഴിഞ്ഞു. നല്ല വിശപ്പൊക്കെ ആയി എല്ലാവർക്കും. ക്യാഷ് കുറിയിട്ടാനെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തേങ്ങയൊക്കെ അടിക്കണം. ഞാൻ അടിച്ച തേങ്ങ എന്താ പൊട്ടാത്തത്? ഞാൻ അടിച്ച തേങ്ങ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ അടിച്ചത് പൊട്ടിയില്ലല്ലേ? അതാണ് പറഞ്ഞ ചിരട്ട കെട്ടിട്ടുണ്ട്. ഓ, നിങ്ങൾക്ക് അച്ഛനും മോനും അടിച്ചപ്പോ വേദന ഇല്ലായിരുന്നല്ലോ. എനിക്ക് വേണ്ടി അടിച്ചത് പയ്യ അടിച്ചത്. എന്നാലും
എനിക്ക് വേണ്ടി അവർക്ക് അവർ അച്ഛനും മോനും വേണ്ടി അടിച്ച തേങ്ങ പൊട്ടി, എനിക്ക് വേണ്ടി അടിച്ച തേങ്ങ പൊട്ടിയില്ല. അങ്ങനെ ഞാൻ ആ വാശിക്ക് ആ വാശിക്ക് ഞാൻ പോയി വീണ്ടും 2 തേങ്ങ വാങ്ങിച്ചു. നിങ്ങളെ പൈസ തന്നെ പിന്നെ രണ്ടാമത് പോയി വാങ്ങിച്ച് അടിച്ചിട്ട് പിന്നെ ഊക്കിനടിച്ചു. ഇനി പൊട്ടിയില്ലെങ്കിൽ അവള് വീണ്ടും പോയി അല്ല അതും പൊട്ടിയില്ല. അത് ഞാൻ എറിഞ്ഞിട്ട് അത് പൊട്ടിയില്ല. എന്നിട്ട് ചേട്ടൻ എറിഞ്ഞത് പൊട്ടി. അങ്ങനെ കാരണം എനിക്ക് അങ്ങ് സങ്കടമായി പോയി ചേട്ടാ, എനിക്ക് വിഷമം വന്നു. പൊട്ടി നല്ലതുപോലെ നിങ്ങളതും പൊട്ടി. അങ്ങനെ പിന്നെ ഞാൻ എന്താണെന്നറിയാമോ, പിന്നെ അവിടേക്ക് നിന്നിട്ട് PSC എങ്ങാണായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. നമുക്ക് തേങ്ങ പൊട്ടായിരുന്നപ്പോ ഭഗവാൻ സ്വീകരിച്ചില്ലെന്നൊരു തോന്നൽ വരുമല്ലോ. അങ്ങനെ വീണ്ടും വെളിയിറങ്ങാതെ അവിടെ 15 രൂപ ഉള്ളു കേട്ടോ, അമ്പലത്തിനകത്ത് 15 രൂപ ഉള്ളു, 15 രൂപ ഉള്ളു. പിന്നെ വെളിയിൽ ഞാൻ വീണ്ടും പോയി വാങ്ങിച്ചത് 40 രൂപയായിരുന്നു. അങ്ങനെ വീണ്ടും അമ്പലത്തിനകത്ത് നിന്ന് 15 ഉള്ളു. അത് നല്ല യഥമുള്ള നല്ല അവിടുത്തെ തേങ്ങയാണെങ്കിൽ നമ്മൾ കയ്യിൽ ഒതുങ്ങണത് കേട്ടാ, കയ്യിൽ ഒതുങ്ങണ തേങ്ങയാണ് അവിടെ ഇരിക്കും. അങ്ങനെ വീണ്ടും അതിനകത്ത് പോയിട്ട് ഒരെണ്ണം 15 രൂപ എടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ പൊട്ടിക്കോന്ന് വിചാരിച്ചപ്പോ പിന്നെ ചേട്ടൻ വാങ്ങിച്ചത് എന്തായാലും അത് പൊട്ടി. പിന്നെയും പൊട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ വീണനെ. അയ്യോ പിന്നെ ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊണ്ട് എറിഞ്ഞു. ചേട്ടൻ എറിഞ്ഞപ്പോ എന്തോ അത് പൊട്ടി. അപ്പൊ ഇന്ന് നമുക്ക് വരുമ്പോ അവിടെ കൗണ്ടറിനകത്ത് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അവിടെ ആകുമ്പോ ഇത്രയും തേങ്ങയും കാണും കേട്ടാ. 101 പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു 101 തേങ്ങയുണ്ട്. അപ്പൊ ഇനി വരുമ്പോഴത്തേക്ക് കോവലിനകത്ത് 5 തേങ്ങ തന്നെ തോന്നും. എവര് വന്ന് ഇങ്ങോട്ട് 3 തേങ്ങ അങ്ങോട്ട് പറ എറിഞ്ഞ് അത് 3 അങ്ങ് പൊട്ടി. 4 കണ്ണ 1 ചേട്ടൻ 3. ഓ അങ്ങനെ കണ്ണറിഞ്ഞ പൊട്ടിയാക്കില്ല നിമിഷം കൊണ്ടാവും പൊട്ടി. ഒരു തേങ്ങ ഇങ്ങോട്ട് വാങ്ങിച്ച് 3 കൂടെ ഒഴിഞ്ഞങ്ങ് അടിച്ചാൽ മതി. അത് മതിയായിരുന്നു. നിങ്ങൾ ഈ അവിടെ വെച്ച് വീതിച്ചൊക്കെ എന്തിന്? ഒരെണ്ണം ക്യാഷിന് ഒരെണ്ണം എനിക്ക്. ആ 3 ഞാനും വിചാരിച്ചു 3 തേങ്ങ നിങ്ങൾ അടിക്കുമെന്ന് തന്നെ വിചാരിച്ചു നിന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ഓരോന്നിനും തേങ്ങ പൊട്ടിയില്ല. 4 പൊട്ടിയില്ല. വീട് സമയം നടക്കണേ. പിന്നെ അമ്മ വീണ്ടും എടുത്തെറിഞ്ഞു, അതും പൊട്ടിയില്ല. അവസാനം അവിടെ അടുത്ത് നാളെടുത്തെറിഞ്ഞു. നമ്മള് വെണ്ടാലോട്ടത്തെ എറിഞ്ഞാക്ക് നമ്മള് വെൺപാലോട്ടത്ത് ഇവിടെ ഒരു വലിയ അമ്പലം ഉണ്ട്. കേശ ഇവിടെ കാണാൻ പറ്റില്ല. ഇത് ദേവീക്ഷേത്രമാണ് കേട്ടോ. തോറ്റമ്പാട്ടൊക്കെ ഇനി അടുത്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ ആ തേങ്ങ പൊട്ടിയപ്പോഴാണ് മനസ്സിനൊരു സമാധാനം വന്നത്. എനിക്ക് അങ്ങ് അവിടെ നിന്ന് ഞാൻ എനിക്ക് കരച്ചിലും വരണം. എനിക്ക് ചേട്ടൻ്റെ അടുത്തായിരുന്നു ദേഷ്യം എത്രയും തോന്നി. ചേട്ടൻ ഒരുമാതിരി ചിരി പോലെ എനിക്ക് അത് കണ്ടോ. അപ്പൊ അവരച്ഛനും മോനും ഉള്ള പുണ്യമൊക്കെ അവിടെ നിന്ന് കിട്ടി, എനിക്കല്ലേ കിട്ടാതെ ഉള്ളു. ഒരുപോലെ ആക്കിയ ഒരു ചിരി. നിന്നൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പറ്റൂലെന്ന്. എനിക്ക് വേണ്ടി എറിഞ്ഞ തേങ്ങ പൊട്ടിയില്ല. ക്യാഷിക്കുട്ടനാണെങ്കിൽ അറിയാം. വാശിക്ക് പോയ 2 തേങ്ങ വാങ്ങിച്ചത്. ഞാൻ അറിയാം, ഒരു തേങ്ങ മര്യാദക്ക് ഞാൻ വാങ്ങിച്ചത് അത് പൊട്ടാതെ എന്റെ മനസ്സിൽ അത് എറിഞ്ഞിട്ട് അതും പൊട്ടിയില്ല. ശരിയാണ്, എനിക്ക് ദേഷ്യത്തിപ്പോ 2 വാങ്ങിച്ചതാണ്, അതും പൊട്ടിയില്ല. പക്ഷെ മറ്റേത് ഞാൻ നമ്മളിപ്പോ 101 തേങ്ങ വാങ്ങണം, അതിന് അടിക്കണത് എത്ര എണ്ണം പൊട്ടണം ഇങ്ങനെ അറിയാം. അതല്ല, എന്നാലും അത് 101 എണ്ണം ഇല്ലേ, അത് നമുക്കൊരു ശരിയുണ്ട്. എന്നാലും ഇവിടെ മൊത്തം കറങ്ങാനൊന്നും പറ്റില്ല. കേശു ആശുപത്രി പോണേ. കേശുവിനെ കൊണ്ട് ആശുപത്രി പോയ പയ്യനാ. ആ പോലീസുകാരൻ്റെ എല്ലാം കൊടുക്കല്ലേ. നമ്മള് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കൂടെ പോകണമെന്നുണ്ടായിരുന്ന സമയമില്ല. ഇന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണ്. കേശു ഇന്ന് സ്കൂളിൽ വിടാത്തത് കേശുവിന് ചെവി വേദന ആയതുകൊണ്ട് സ്കൂളിൽ പോകാതെ വന്നതാണ്. പനിയുമായിരുന്നു. പിന്നെ നമ്മള് അമ്പലത്തിൽ പോകാന്ന് വെച്ചിട്ടാണ് വന്നത്.
ഇതുപോലെയായിരുന്നു നമ്മളൊരിക്കൽ മണ്ടക്കാട് പോയപ്പോഴത്തേക്ക് മണ്ടപ്പുറ്റ് വാങ്ങിച്ചിട്ട് തലവേദനയ്ക്ക് എനിക്ക് ഒരു നേർച്ച ഉണ്ട് അവിടെ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ എനിക്കിപ്പോ 2 പ്രാവശ്യം എറിഞ്ഞ്. അങ്ങനെ ഒരിക്കൽ എന്നെ കൂടെ കൊണ്ടുപോയിട്ട് മണ്ടപ്പുറ്റ് വാങ്ങിച്ച് മണ്ടയിൽ എറിയാൻ ആ തിരിച്ചു വന്ന് എന്റെ മണ്ടയിൽ. അങ്ങനെ വീണ പാടില്ല, അത് അങ്ങ് പോകണം. അവിടെ അമ്മയുടെ മുകളിൽ ഇരിക്കുന്ന എന്റെ മണ്ടയിലെല്ലാം എറിയേണ്ടത്. ആ മണ്ടപ്പുറ്റ് എറിഞ്ഞപ്പോ അത് ഉരുണ്ട് തിരിച്ചിങ്ങ് വന്ന് വീണ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ. അത് എത്ര രൂപ? അത് എത്ര വരുന്നു ഏട്ടാ മണ്ടപ്പുറ്റിന്? 100 രൂപയാണ്. വെയിറ്റ് ഉണ്ടോ? ചെറിയ അത് നമ്മൾ എറിഞ്ഞെങ്കിൽ മുകളിൽ പോണം. ഞാൻ എറിഞ്ഞപ്പോ അത് തിരിച്ചുരുണ്ടു വന്ന് നമ്മളെ ഫ്രണ്ടിൽ തന്നെ മണ്ടക്കാട് പോകണം. നമ്മള് മണ്ടക്കാട് പോയി. പിന്നെ അവിടെ പൊങ്കാലയും ഇട്ടു. ഇനി കുറെ നാളായി ചേട്ടാ, സ്ഥിരം പോകുമായിരുന്നു ഈ മനുഷ്യൻ മണ്ടക്കാട്. ഓണത്തിന് വരുമ്പോ പോവാമേ മണ്ടക്കാട്. രാവിലെ പോയി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യാം. വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ അന്ന് പോകണം. ഇനി നമ്മള് കഴിച്ച് പിന്നെ മഹാബോളിയിൽ കയറി മഹാബോളിയൊക്കെ വാങ്ങിച്ച് ഇനി നേരെ വീട്ടിൽ പായസമൊക്കെ വെച്ച് തിന്നിട്ടാണ് കേശുവിന്റെ സ്വഭാവം മാറിയിരിക്കും. ഇനി കാപ്പി എവിടെന്നേലും കാപ്പി കുടിക്കണം. മഹാബോളി മഹാബോളി നല്ല ചൂട് കേട്ടോ, ഭയങ്കര ചൂടല്ലേ, ചൂടായിട്ടിരിക്കുകയാണ്. തിളക്കണം പോലെ. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് തിന്നണം. ഇതുവരെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ മഹാബോളി വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ ഇവിടുത്തെ ഫേമസ് ആയ കടയാണ്. പക്ഷെ ഇതുവരെ അതല്ലേ എല്ലാവരും വെളിയിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ളത് നമുക്ക് വിലയില്ലല്ലേ. വെളിയിൽ നിന്ന് വരുന്നവരാണ് അത്ര ഇത് വാങ്ങിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങിയെന്നല്ല, ഇനി നേരെ കാപ്പി കുടിക്കാനായിട്ട് ഇവിടെ ഒരു ആര്യാസിൽ കയറിയതാണ്. അപ്പം നമ്മൾ ചാക്ക കഴിയുമ്പോഴേക്കും അവിടെ ഒരു ആര്യാസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെയാണ് കയറിയത്. പിന്നെ നമ്മുടെ ശരവണ ഭവനിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഇവിടെ കയറിയപ്പോഴും തിരക്കിന് കുറവൊന്നും ഇല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. കേശു ആണെങ്കിൽ മസാല ദോശയെ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നല്ല ചൂട് വെള്ളം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര സമാധാനമാണ് കേട്ടോ. ആ വെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നമ്മളിനി എത്രയൊക്കെ തണുത്ത വെള്ളം കുടിച്ചാലും ചെറു ചൂടുവെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സുഖമാണ്. മസാല ദോശ ഇവിടെ ഇരി മസാല ദോശ. ഈ പറയും പോലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയാലും മിക്കവാറും മസാല ദോശയായിരിക്കും, അല്ലെങ്കിൽ പൂരി സെറ്റായിരിക്കും. പിന്നെ അല്ലാത്ത ഹോട്ടലിലേക്ക് ചെന്നാൽ ബെറോട്ട അല്ലെങ്കിൽ ബിരിയാണി. ഇത് തന്നെയാണല്ലോ നമ്മളൊരു സാധാരണ ഒരു മലയാളി ഇതൊക്കെയല്ലേ കഴിക്കുള്ളൂ. നമ്മളും അങ്ങനെ തന്നെ. അങ്ങനെ എല്ലാവരും മസാല ദോശ, ചേട്ടനാണെങ്കിൽ നോർമൽ ദോശയാണ്, പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ തൊട്ടി കണ്ടപ്പോഴേക്കും നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മളെപ്പോഴും വിചാരിക്കും ഇതുപോലെ 5-6 തൊട്ടി വാങ്ങിച്ച് വയ്ക്കണം വീട്ടിൽ. കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലങ്ങ് ഒഴിച്ച് വയ്ക്കാമല്ലോ. നല്ല കട്ടിയൊക്കെ ഉള്ള തൊട്ടിയാണല്ലോ അവിടെ നിന്ന് കിട്ടണത്. അങ്ങനെ എൻ്റെയും ദിവ്യ ചേച്ചിയുടെയും കണ്ണു മൊത്തം ഈ തൊട്ടിയിലായിരുന്നു. അപ്പോഴേക്കും നമ്മളെ മസാല ദോശകൾ എത്തിയിട്ടുണ്ട്. ഇനി മസാല ദോശ കഴിക്കണം. ആദ്യം ഒരെണ്ണം വന്ന് അത് നേരെ കേശുവിന് കൊടുത്ത്. അപ്പോൾ നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ നല്ല തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉഴുന്നോടെ. അപ്പോൾ കേശു അത് കഴിക്കാൻ തുടങ്ങി. മോന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മോൻ അങ്ങനെ ഒന്നും കഴിക്കാതെയാണ് കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ പറയും പോലെ ഞാൻ പറഞ്ഞില്ലേ, കേശുവിനാണെങ്കിൽ വയ്യാതിരിക്കുകയാണ്. എന്ന് കോവിലിൽ പോയാലും കേശുവിന് തല കുളിക്കാൻ പറ്റൂല. മിക്കവാറും ദിവസങ്ങളിൽ മേല് കഴുകിയാണ് കേശു കോവിലുകളിൽ പോണത്. അപ്പോൾ ഇനി മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. ഇനി നാളെ കൊണ്ടുപോകണം. നാളെ കൊണ്ടുപോയിട്ട് മോൻ്റെ ചെവിയിൽ വാക്സ് അടഞ്ഞിരിക്കുകയായിരുന്നു, അത് എടുക്കാനുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് വന്നത്. എൻ്റെ കയ്യിലായിരുന്നു മസാല ദോശകൾ കിട്ടിയത്. ഞാനതങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടാനായിട്ട് താമസിച്ച്. നല്ല വിശന്നിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ കാണുകയും അതിൻ്റെ മണമൊക്കെ അടിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒരു വിശപ്പ് കൂടുമല്ലോ. എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ വന്ന് ആരും എന്നെ മൈൻഡ് ചെയ്യണില്ല. കിട്ടിയ പാടെ എല്ലാവരും ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വായി നോക്കി അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് സമയം എടുത്ത് എനിക്ക് കിട്ടാനായിട്ട്. അങ്ങനെ അവരെല്ലാവരും കഴിച്ച് ഉള്ള ചമ്മന്തിയും എല്ലാം തീർന്ന് എനിക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ രണ്ടാമതാണ് വീണ്ടും ചമ്മന്തിയൊക്കെ വാങ്ങിയത്. പിന്നെ അങ്ങനെ കാത്തിരുന്ന് എനിക്കും കിട്ടി മസാല ദോശ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ മസാലയൊക്കെ തൊട്ട് തേച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കഴിച്ച് നമ്മളിങ്ങനെ മാന്തി ചെല്ലുമ്പോഴേക്ക് അവിടെ ഒത്തിരി മസാല ഉണ്ടായിരുന്നു. ഉള്ളതുപോലെ പറയണമല്ലോ, അത്രയ്ക്കേ മസാല ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ദോശ. അപ്പോൾ മസാല ദോശയാണെങ്കിൽ
പ്ലെയിൻ ദോശയ്ക്ക് 50 രൂപയും മസാല ദോശയ്ക്ക് 85 രൂപയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറയായിരുന്നു വല്ല കാര്യമുണ്ടോ, ഒരു കുറച്ച് മസാല അവിടെ തേച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതിനാണ് 85 രൂപ വാങ്ങിച്ചത്. ഞാൻ താണ്ടല്ലേ പ്ലെയിൻ ദോശ, എവിടെ ചെന്നാലും അവർക്കൊരു മസാല ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്കൊരു ആ ഒരു മസാല ദോശയുടെ അടുത്തുള്ളൊരു വികാരം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക മണവും രുചിയും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് പിന്നെ പാഴ്സൽ അമ്മയ്ക്കും, അപ്പോഴേക്കും അനന്ത് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അനന്തൂനും അമ്മയ്ക്കും ഒക്കെ ഉള്ള മസാല ദോശ പാഴ്സലും ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നേരെ വീട്ടിലെത്തിയതും എങ്ങനെയെങ്കിലും ബോളി കഴിക്കണമല്ലോ, അതിനുവേണ്ടി പായസം കൂടെ വേണ്ടേ. അങ്ങനെ വന്ന പാടെ നമ്മൾ വെർമസിലേക്ക് വാങ്ങിക്കൊണ്ടാണ് വന്നത്. ഞങ്ങൾ വെർമസിൽ വയ്ക്കുന്നത് വേറൊരു രീതിയിലാണ്. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ വെർമസിൽ എല്ലാം കൂടെ ഓടിച്ചങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം അതിന് വെള്ളം ഊറ്റിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് കഴുകിയെടുക്കും. നല്ലതുപോലെ കഴുകിയെടുക്കുമ്പോഴേക്കും അതിൻ്റെ ഈ കാടി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറാതെ വരെ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കും. കഴുകിയെടുത്തതിന് ശേഷം പിന്നെ അതിനങ്ങനെ മാറ്റി വെച്ചിരിക്കും. അതിന് ശേഷം നമ്മൾ പഞ്ചസാര പാനി കാച്ചി എടുത്തിട്ട് ഈ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ഈ വെർമസിലെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കും. കുറേ സമയം ഇങ്ങനെ ഇളക്കി നിൽക്കും. അതിനുശേഷം ചവ്വരി കാച്ചി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം കാച്ചി വെച്ചിരിക്കുന്ന പാല് വീണ്ടും ഒഴിച്ചു കൊടുക്കും. കാച്ചി വെച്ചിരിക്കുന്ന പാലൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ അത് ഇളക്കി കൂട്ടി എടുത്തിട്ട് പിന്നെ കുറച്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സിയിൽ പൊടിച്ചെടുക്കുക. ആ പൊടിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴാണ് പായസത്തിൻ്റെ ആ ഒരു മണം അങ്ങോട്ട് പരക്കണത്, ആ ഏലക്കയുടെ മണം വരുമ്പോഴേ. പിന്നെ കുറച്ച് നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കും. അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി അല്ലല്ലേ കശുവണ്ടിയോ അതുപോലെ തന്നെ നമ്മൾ മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും. അപ്പോൾ നമുക്കിന്ന് മുന്തിരിങ്ങയൊന്നും സ്റ്റോക്കില്ലായിരുന്നു, ഉണ്ടായിരുന്ന കുറച്ച് കശുവണ്ടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല കിടിലൻ പാൽപ്പായസം ദാ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ വാങ്ങിച്ച മഹാബോളിയിൽ ഈ പാൽപ്പായസം അങ്ങോട്ട് ഒഴിച്ചിട്ട് കുടിക്കുമ്പോഴല്ലോ, നമ്മൾ സാധാരണ ബോളി വാങ്ങിക്കുമ്പോൾ നല്ല മഞ്ഞ കളറാണ്. ഈ മഹാബോളിക്ക് അത്ര വലിയ മഞ്ഞ കളറൊന്നുമില്ല, ചെറിയൊരു മഞ്ഞ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ പൊന്നോ എന്തോ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ പാൽപ്പായസം അല്ലെങ്കിൽ വെർമസിൽ ഇതുപോലെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല വെള്ള കളറിൽ നല്ല പാൽപ്പായസമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമ്മളല്ലാണ്ട് വെർമസിൽ വറുത്തുണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് കളർ മാറുമല്ലോ. പിന്നെ ബോളിയുടെ കാര്യം പറയുകയും വേണ്ട, എവിടെ നിന്നൊക്കെ ബോളി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാബോളി നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിച്ചത്. ഭയങ്കര മണവും രുചിയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.